Hi friends, welcome back to our channel. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് നല്ലൊരു വോൾ ഡെക്കറാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. മിക്കവാറും നമ്മുടെ വീഡിയോസിലെല്ലാം ആക്രിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ് മിക്കവാറും നമ്മളുടെ ക്രാഫ്റ്റുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ നമ്മുടെ പ്രില്ലിൻ്റെ ബോട്ടിലുണ്ടല്ലോ, പ്രില്ലിൻ്റെ ബോട്ടിൽ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വോൾ ഡെക്കർ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ പ്രില്ലിൻ്റെ ബോട്ടിലാവുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, എല്ലാവരുടെ വീട്ടിൽ കാണുമല്ലോ. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ ചാനലിൽ ഇടുന്ന വീഡിയോസ് ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസൊക്കെ ഒന്ന് പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ ഫസ്റ്റ് ടൈമാണ് ചാനൽ വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് പ്രില്ലിൻ്റെ ബോട്ടിൽ. ഫസ്റ്റ് നമ്മളിത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഹാൻഡിലിൻ്റെ താഴത്തെ പാർട്ട് നമുക്ക് വേണ്ട, മുകൾ ഭാഗം മാത്രം മതി. അപ്പോൾ നമ്മൾ 2 പീസായിട്ടാണ് ഇത് കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ നമുക്കിത് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ടിംഗ് ബ്ലേഡ് യൂസ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ സ്റ്റൗവിൽ കത്തി എന്തെങ്കിലും കാണിച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൽ വേണം നമുക്കിത് കിട്ടാൻ. ഇനി വന്നിട്ട് നമ്മുടെ ആനയുടെ തലയ്ക്ക് കുറച്ച് വീതി കുറവാണല്ലോ, അപ്പോൾ അത് വീതി കുറച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു കാർഡ്ബോർഡോ അല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ളൊരു പേപ്പർ എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണം. അപ്പോൾ മാർക്ക് ചെയ്തതിന് ശേഷം അതിൽ കൂടെ തന്നെ ചേർന്നിട്ട് ഒരു 1 സെൻറ്റിമീറ്റർ വെച്ചിട്ട് 2 സ്ട്രെയിറ്റ് ലൈൻസ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ആ ഒരു മിഡിലെ ലൈൻ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ആ ഒരു ഷേപ്പ് ചെയ്ത് വരച്ചല്ലോ, അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഫസ്റ്റ് നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുത്തല്ലോ, ആ ഒരു ലൈൻ നമ്മൾ കട്ട് ചെയ്തിട്ട് 2 പീസാക്കി എടുക്കണം. അപ്പോൾ നമുക്കിതുപോലെ 2 പീസായിട്ട് പേപ്പർ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ 2 പീസ് വേണം നമ്മുടെ ആനയുടെ ആ ഒരു ഫേസ് വരുന്നതിൻ്റെ 2 സൈഡിലായിട്ട് വെച്ച് കൊടുക്കാൻ. ആനയുടെ തലയ്ക്ക് കുറച്ചും കൂടി വീതി വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു 2 പേപ്പർ വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ആ ഒരു ലൈൻ കാണുന്നുണ്ടല്ലോ, അവിടെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കണം. ഇനി നമ്മൾ ഇതുപോലെ തലയുടെ 2 സൈഡിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ 2 സൈഡും ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ബാലൻസ് വന്ന ആ ഒരു പേപ്പർ വന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വന്നിട്ട് ആനയുടെ ആ ഒരു തലയ്ക്ക് വന്ന് കുറച്ചും കൂടി വീതി വന്നിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ചെവി വെച്ച് കൊടുക്കണം. ചെവിയും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ മാർക്ക് ചെയ്തെടുത്തിട്ട് അത് കട്ട് ചെയ്ത് സൈഡിലും ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് 2 സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാൻ. നെക്സ്റ്റ് നമുക്ക് കൊമ്പ് വെച്ച് കൊടുക്കണം. അപ്പോൾ കൊമ്പ് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ക്യാൻവാസ് ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. ക്യാൻവാസ് ക്ലോത്ത് ഇല്ലെങ്കിൽ നമുക്ക് നോർമൽ പേപ്പർ എടുത്താലും മതി. പിന്നെ കുറച്ച് തിക്നെസ് ഉള്ള പേപ്പർ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിലും നമ്മൾ നേരത്തെ ചെയ്ത പോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് 2 സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ആനയുടെ കൊമ്പ് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുമ്പിക്കൈ വെച്ച് കൊടുക്കണം. അപ്പോൾ തുമ്പിക്കൈ വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പൈപ്പാണ് ആവശ്യം. അപ്പോൾ തുമ്പിക്കൈയുടെ നീളം എത്രയാണെന്ന് നോക്കിയിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് അതൊന്ന് വളച്ചെടുക്കണമല്ലോ, തുമ്പിക്കൈ വളഞ്ഞാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അത് വളച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു കമ്പി എടുക്കുക. കമ്പി വന്നിട്ട് ഞാൻ ഫ്ലവറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമ്പിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 4-5 കമ്പി എടുത്തിട്ട് ഇതുപോലെ ഒരു സൈഡിൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക.
ഇനി മറ്റേ സൈഡ് വന്നിട്ട് മാക്സിമം ഒന്ന് വളച്ചു കൊടുക്കുക. വളച്ചു കൊടുത്തിട്ട് ആ ഒരു പൈപ്പിൽ ഹോൾ ഉണ്ടാക്കി ഈ ഒരു കമ്പി അകത്ത് വെച്ചിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പൈപ്പ് നല്ലപോലെ വളഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ആ ഒരു ബോട്ടിലോട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആന റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഫെവിക്കോളിൽ വെള്ളം മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ കുറച്ച് ടിഷ്യൂ പേപ്പർ എടുക്കുക. ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നമ്മുടെ ആ ഒരു ഫേസിൽ, ആനയുടെ ഒരു ഫേസിലും അതുപോലെ തന്നെ പേപ്പർ വരുന്ന ഏരിയയിലും മാത്രം ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ നേരത്തെ ഒട്ടിച്ചു കൊടുത്ത പേപ്പർ ഉണ്ടല്ലോ, അതിന് തിക്നെസ് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നത്. നമ്മൾ സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ വാൾപുട്ടി അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വാൾപുട്ടി അടിക്കുന്ന സമയത്ത് ആ ഒരു പേപ്പർ കുതിർന്നു പോകും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമ്മൾ കുറച്ച് തിക്നെസ് വന്നതിന് ശേഷം നമ്മൾ വാൾപുട്ടി അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ടിഷ്യൂ പേപ്പറൊക്കെ നല്ലപോലെ ഉണങ്ങി നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് വാൾപുട്ടി എടുക്കണം. വാൾപുട്ടി പൗഡറാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. വാൾപുട്ടിയുടെ പേസ്റ്റ് കിട്ടും. പേസ്റ്റ് കിട്ടുകയാണെങ്കിൽ പേസ്റ്റ് ആയാലും മതി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വാൾപുട്ടി എടുക്കുക. ഇനി നമ്മളിതിൽ കുറച്ച് വെള്ളവും അതുപോലെ തന്നെ കുറച്ച് ഫെവിക്കോളും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ പേസ്റ്റ് ആക്കി എടുക്കുക. ഇനി ഈ ഒരു പേസ്റ്റ് വന്നിട്ട് നമ്മൾ തുമ്പിക്കായ് ഉൾപ്പെടെ മൊത്തത്തിൽ ആ ഒരു ബോട്ടിൽ ഫുള്ളായിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വാൾപുട്ടി എല്ലാം നല്ലപോലെ ഡ്രൈ ആയിട്ട് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അകത്തുള്ള ആ ഒരു ഗ്രീൻ കളറൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇമൽഷൻ പെയിൻറ് അടിച്ചു കൊടുക്കുന്നുണ്ട്. പെയിൻറ് അടിച്ചത് നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ പെയിൻറ്റും അതുപോലെ തന്നെ മിറർ ബീഡ്സും ഒക്കെ ഒട്ടിച്ചിട്ട് ആനേനെ ഒന്ന് ഭംഗിയാക്കി എടുക്കാൻ പോവുകയാണ്. ഇനി നമ്മുടെ ആനയുടെ ബ്ലാക്ക് രൂപം മതിയെങ്കിൽ അതായാലും മതി. നമ്മൾ ബ്ലാക്ക് കളർ മാത്രം അടിച്ചിട്ട് നടുക്കൊരു ചെറിയ നെറ്റിപ്പട്ടവും കൂടെ വെച്ച് കൊടുക്കുകയാണെങ്കിലും നല്ല ഭംഗിയാണ്. ഞാനിവിടെ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ആനയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ റെഡ് കളർ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇനി തൊട്ട് താഴെയായിട്ട് ആ ഒരു ഫേസ് മൊത്തത്തിൽ സിയാൻ കളറാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ സിയാൻ കളറ് ക്യാമറയിൽ വന്നിട്ട് കുറച്ച് ബ്ലാക്ക് ആയിട്ടാണ് തോന്നുന്നത്, പക്ഷേ ഒരു ബ്ലൂയിഷ് കളറാണ്.
അപ്പോൾ തുമ്പിക്കൈയിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് ലൈറ്റ് ഷെയ്ഡായിട്ടാണ് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ അതേ സിയാൻ കളർ തന്നെയാണ്. സിയാൻ കളറിൽ കുറച്ച് വെള്ളം അല്ലെങ്കിൽ കുറച്ച് മീഡിയം മിക്സ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കളറിൽ കിട്ടും. അടുത്തത് ആനയുടെ ചെവിക്ക് ഒരു യെല്ലോ കളർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആനയുടെ ആ ഫേസിനകത്ത് ഒരു ഗോൾഡൻ കളർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പാറ്റേൺസും കൊടുക്കുന്നുണ്ട്. ഇനി ആ രണ്ട് സൈഡിലായിട്ടും ഗോൾഡിൻ്റെ പൗഡർ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആനയുടെ തുമ്പിക്കൈയിലും ആ ഗോൾഡിൻ്റെ പൗഡർ ഒന്ന് ജസ്റ്റ് അതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആനയുടെ ചെവിയിലും അതുപോലെ തന്നെ ഫേസിലൊക്കെ കുറച്ച് ബീഡ്സും പെയിൻ്റൊക്കെ യൂസ് ചെയ്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി കണ്ണിന് വേണ്ടിയിട്ട് 2 മിറർ ബീഡ്സും കൂടെ 2 സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആനയുടെ ആ ഒരു ഡെക്കറേഷൻ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ബോട്ടിൻ്റെ ബാക്ക് സൈഡിൽ അകത്ത് അടിച്ചിട്ടുണ്ട് ആ സിയാൻ കളർ ഉണ്ടല്ലോ, ആ സിയാൻ കളർ ഫുള്ളൊന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ ആനയുടെ കൊമ്പിൽ നമ്മൾ ചെറിയൊരു ഡിസൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വോളിൽ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോട്ടിലിൻ്റെ ബാക്കിൽ ചെറിയൊരു ഹോളും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കണം. ഈ ഒരു വർക്ക് ഫുൾ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആനയുടെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഒരു വർക്ക് എങ്ങനെ ഉണ്ടെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.